എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് DC മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ DC മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തെ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മളെ DC മോട്ടറിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കും അതുപോലെ ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്പീഡും, അതുപോലെ നമ്മളുടെ മോട്ടറിന്റെ സ്പീഡും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്പീഡും അതുപോലെ ടോർക്കും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മുടെ DC മോട്ടോഴ്സിന് ഉള്ളത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൂന്ന് മോട്ടറിന്റെയും, നമ്മുടെ ഷണ്ട് മോട്ടറിന്റെയും സീരീസ് മോട്ടറിന്റെയും അതുപോലെ തന്നെ കോമ്പൗണ്ട് മോട്ടറിന്റെയും ഈ മൂന്ന് ടൈപ്പിലുള്ള ക്യാരക്ടറിസ്റ്റിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഫോർമുല കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത് എന്ന് പറയുന്നത് ടോർക്കിന്റെ ഫോർമുലയാണ്. അപ്പൊ ടോർക്ക്, നമ്മൾ ഒരു DC മോട്ടറിന്റെ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറണ്ട്. അപ്പൊ 5 × IA ആണ് നമ്മുടെ ടോർക്ക്. അപ്പൊ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് × IA. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോർമുല. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് N പ്രൊപ്പോർഷണൽ ടു EB/5. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ആണ്, അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് EBയുടെ ഫോർമുല കൂടി നമുക്കൊന്ന് ഓർത്തിരിക്കണം. EB = നമുക്കറിയാം V - IA/RA ആണ്. ഇതാണ് നോർമൽ ഫോർമുല. ഷണ്ട് മോട്ടറിലെല്ലാം ഇങ്ങനെ വരും. ഇനി നമ്മുടെ സീരീസ് മോട്ടർ ആകുമ്പോൾ +RSC കൂടി വരും. അപ്പോൾ ഈ ഒരു ഫോർമുല കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അപ്പോൾ EB എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോർമുലകൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് ആദ്യം സീരീസ് മോട്ടറിനൊന്ന്, അപ്പൊ ആദ്യം നമുക്ക് സീരീസ് ഫീൽഡ് വരയ്ക്കാം. സീരീസ് ഫീൽഡ് ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കണക്ഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ മോട്ടറിന് അക്രോസ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു വോൾട്ടേജ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പൊ ഇതിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇതിലൂടെ നമ്മുടെ ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ISC ആണ്. അതുപോലെ ഇതേ കറണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ആർമേച്ചറിലൂടെയും ഫ്ലോ ചെയ്യുന്നത് അല്ലെ. ISC എന്ന് പറയുന്ന കറണ്ടിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യാം, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേ കറണ്ട് തന്നെ ആയിരിക്കും IA. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ISC = IA. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ISCയും IA ഒന്നാണ്. ഇത് തന്നെയായിരിക്കും എന്ത്, നമ്മളുടെ 5 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, IA പ്രൊപ്പോർഷണൽ ടു 5 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് IA തന്നെയാണ്. IA ആണ് ISC. അപ്പൊ സീരീസ് ഫീൽഡിൽ കറണ്ട് ഒഴുകുമ്പോഴാണ് ഫ്ലക്സ് ഉണ്ടാവുക. അപ്പൊ ആ ഫ്ലക്സ് ഉണ്ടാവുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും IA. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, IA പ്രൊപ്പോർഷണൽ ടു 5 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യും, ആർമേച്ചറിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ അതിനുശേഷം ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് EB. അപ്പൊ ഈ കാര്യം കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്മുടെ ആദ്യത്തെ
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ടോർക്ക് വാസ് IA അല്ലെ? അപ്പൊ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചാൽ ഈ രണ്ട് പാരാമീറ്ററുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് കർവായിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടി പ്രൊപ്പോർഷണൽ ടു 5 into IA ആണ് അല്ലെ? അപ്പൊ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 into IA ആണ്. നമുക്കറിയാം എന്തറിയാം? ഫ്ലക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? IA ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങനെ എഴുതാം? ടി പ്രൊപ്പോർഷണൽ ടു IA into IA എന്ന് എഴുതി കൂടെ അല്ലെ? കാരണം എന്താ? നമ്മുടെ IA പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ് എന്ന് വെച്ചാൽ IA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. ഇവിടെ IA വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫ്ലക്സിന് വരെ IA എന്ന് എഴുതി കൂടെ? അപ്പൊ നമുക്ക് ടി പ്രൊപ്പോർഷണൽ ടു IA into IA ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? IA സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന വാല്യൂ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഒന്നുകൂടി എഴുതാം. ഓക്കെ, ടി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ സീരീസ് മോട്ടറിന് ടോർക്ക് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? വളരെ കൂടുതലാണ്. ടി പ്രൊപ്പോർഷണൽ ടു എന്താ കിട്ടിയത്? IA സ്ക്വയർ ആണ് എന്ത് ചെയ്തത്? നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് കർവ് ഒന്ന് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ X ആക്സിസിൽ നമുക്ക് എന്ത് വരയ്ക്കാം? IA വരയ്ക്കാം അല്ലെ? Y ആക്സിസിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ടോർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ടി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കർവ് എന്നത് ഒരു പരാബോള ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 0 to A എന്ന് പറയുന്ന പോയിന്റ് അല്ലെ? ഇപ്പൊ ഇവിടുത്തെ ടോർക്ക് എന്നത് ടി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ മോട്ടറിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലാണ്. നമ്മുടെ സീരീസ് മോട്ടറിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി. ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ സീരീസ് മോട്ടറിലേക്ക് നമ്മൾ ലോഡ് കൊടുത്തു അല്ലെ? ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ IA എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് ISയും എല്ലാം സെയിം ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഫ്ലക്സ് ഉണ്ടാവും. നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഇതിനൊരു പോയിന്റ്, സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് പറയാം. എന്ന് വെച്ചാൽ ഇതിന്റെ മാക്സിമം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയാം. അപ്പൊ അതിനുശേഷം നമ്മൾ എത്ര കറണ്ട് ഇൻക്രീസ് ചെയ്താലും, IAയുടെ വാല്യൂ എത്ര കൂട്ടിയാലും നമുക്ക് എന്ത് ചെയ്യില്ല? ഫ്ലക്സ് മാറില്ല. കാരണം ആ ഫ്ലക്സ് എന്ത് ചെയ്യും? സാച്ചുറേഷനായി. മാക്സിമം ഫ്ലക്സ് എന്ത് ചെയ്തു? അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന A എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നമുക്കറിയാം ടി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? ടി പ്രൊപ്പോർഷണൽ ടു 5 into IA ആണ് അല്ലെ? ടി പ്രൊപ്പോർഷണൽ ടു 5 into IA ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായ? ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായി? കോൺസ്റ്റന്റ് ആയി മാറി. അപ്പൊ ഈ ഒരു പോയിന്റിന് ശേഷം നമുക്ക് എങ്ങനെ എഴുതാം? ടി പ്രൊപ്പോർഷണൽ ടു IA ആവും. കാരണം ഫ്ലക്സ് എന്തായി? കോൺസ്റ്റന്റ് ആയി. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നമുക്ക് വരും. അപ്പോൾ ഇതാണ് സീരീസ് മോട്ടറിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ വരച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോർക്ക് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ IA സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന കർവ് എന്നത് ഒരു പരാബോള ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിനുശേഷം സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ കോയില് സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത് ടി പ്രൊപ്പോർഷണൽ ടു IA ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എല്ലാവർക്കും ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് മോട്ടറിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് സീരീസ് മോട്ടർ ഒന്ന് വരച്ചു നോക്കാം ഒന്നുകൂടി. അപ്പൊ സീരീസ് മോട്ടർ, സീരീസ് ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചറിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് വോൾട്ടേജ് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു.
അപ്പോൾ ഇവിടെ നിന്ന് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും V1. ഇനി നമ്മുടെ ആർമേച്ചറിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ, അത് നമ്മുടെ V2. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ബാക്കിൽ നിന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. ഇനി ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ISC ആണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് IA ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ സ്പീഡ് ഫോർമുല N പ്രൊപ്പോർഷണൽ ടു EB/5. അപ്പൊ ഇതാണ് നമ്മളെ ഫോർമുല. അപ്പൊ നമുക്കറിയാം പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? സ്പീഡും അതുപോലെ തന്നെ ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ അടുത്ത് പറയുന്ന ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഐയുടെ വാല്യൂ ആദ്യം ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, EB ഈക്വൽ ടു എങ്ങനെ എഴുതാം? EB ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ആദ്യത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് IA × RA ആണ്. ആദ്യം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും V മൈനസ്. ഇത് ഈ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ആ വോൾട്ടേജ് ആയിരിക്കും ഇവിടെയും ഡ്രോപ്പ് ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? EB ഈക്വൽ ടു V മൈനസ് IA × RA അല്ലെ? IA × RA എന്ന് എഴുതാം. പ്ലസ് അടുത്ത ഡ്രോപ്പ് ഈ ഒരു സൈഡിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ISC × RSC. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല കിട്ടി EB ഈക്വൽ ടു V മൈനസ് IA × RA പ്ലസ് ISC × RSC. ഈ ISCയും RSCയും ISCയും IAയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? EB ഈക്വൽ ടു V മൈനസ് IA × RA പ്ലസ് RSC ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇപ്പൊ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? ഈ ഒരു ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വോൾട്ടേജിൽ നിന്ന് ഈ ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ EBയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതോറും EBയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു നോർമൽ കേസിലാണെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് എന്നത് നെഗ്ലിജിബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഈ ഒരു ഡ്രോപ്പ് IA × RA പ്ലസ് RSC എന്ന് പറയുന്ന ഡ്രോപ്പ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് EB ആൾമോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ EBയുടെ വാല്യൂ എന്തായിരിക്കും? നോർമൽ തന്നെയായിരിക്കും. വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഡ്രോപ്പ് നെഗ്ലിജിബിൾ ആണെങ്കിൽ. അപ്പൊ നമുക്കറിയാം അല്ലെ? അപ്പോ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഫൈയുടെ വാല്യൂ ആണ്. അപ്പൊ IA ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? IA ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? IA കൂടുന്ന സമയത്ത് നമ്മുടെ ഫ്ലക്സും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ ഐയുടെ വാല്യൂ കൂട്ടുമ്പോൾ ഫ്ലക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മുടെ സ്പീഡും അതുപോലെ ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 1/5 ആയിരിക്കും. കാരണം EB എന്തായി? കോൺസ്റ്റന്റ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്സ് ഇൻക്രീസ് ചെയ്താൽ അതെപ്പോഴും ഇൻക്രീസ് ചെയ്യാം? ഐയുടെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഐയുടെ വാല്യൂ ഫ്ലക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ IA കൂട്ടിക്കഴിഞ്ഞാൽ ISCയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ IA ഇൻക്രീസ് ചെയ്യുമ്പോൾ ISC കൂടും. ISC കൂടിക്കഴിഞ്ഞാൽ ഫ്ലക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ നമ്മള് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ലോഡ് എത്രത്തോളം കൂട്ടുന്നു, അപ്പൊ ഇവിടെ നമ്മൾ എത്രത്തോളം ലോഡ് കൂട്ടുന്നു അതിനനുസരിച്ച് ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. IA വാല്യൂ കൂടുമ്പോൾ ISCയും സെയിം ആണ്. ISC ഈക്വൽ ടു IA ആണ്. അപ്പൊ ISCയുടെ വാല്യൂ കൂടുന്നു, ഫ്ലക്സ് കൂടുന്നു. ഫ്ലക്സ് കൂടിയ സ്പീഡ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കാം.
ഓക്കെ, നമ്മൾ ഇവിടെ സ്പീഡ് വരയ്ക്കുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആർമേച്ചർ കറണ്ട് വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർമേച്ചർ കറണ്ട് കൂട്ടുകയാണെന്ന് വിചാരിക്കാം, ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ IA കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ISC കൂടും, കാരണം രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ISC കൂടി എന്ത് സംഭവിക്കുന്നു, ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, സ്പീഡ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ലോഡ് കൂട്ടുന്തോറും സ്പീഡ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഇനി IAയുടെ വാല്യൂ കുറവാണെങ്കിൽ ഫ്ലക്സ് കുറവായിരിക്കും. അപ്പൊ IAയുടെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കാം, അപ്പൊ ISC കുറവായിരിക്കും. ISC കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് കുറയും, ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് കർവ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ നോക്കിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ IAയുടെ വാല്യൂ കൂടുന്തോറും സ്പീഡ് കുറഞ്ഞു വരും, IAയുടെ വാല്യൂ കുറയും തോറും നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ ഒരു സീരീസ് മോട്ടറിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോഡ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ലോഡ് കൊടുത്തിട്ടില്ലെങ്കിൽ IAയുടെ വാല്യൂ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പൊ IAയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ISCയുടെ വാല്യൂ കുറയും. ISCയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സിന്റെ വാല്യൂ കുറയും. അപ്പൊ ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഡേഞ്ചറസ്ലി ഹൈ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ മോട്ടർ ലോഡ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ മോട്ടർ എന്ത് ചെയ്യുന്നു, ഡേഞ്ചറസ് സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ DC സീരീസ് മോട്ടർ നോ ലോഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ ലോഡ് വിത്ത് ലോഡിൽ മാത്രമേ നമ്മുടെ സീരീസ് മോട്ടർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക. അപ്പൊ IA കൂടുന്തോറും സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. IA കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ കർവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടി പറയാണ്, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ DC സീരീസ് മോട്ടർ ലോഡ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യരുത്. ലോഡ് കണക്ട് ചെയ്തില്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് വളരെ കുറവായിരിക്കും, അത് കാരണം ഫ്ലക്സ് കുറവായിരിക്കും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡേഞ്ചറസ് സ്പീഡിലായിരിക്കും നമ്മുടെ മോട്ടർ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യുക. ഇത് നമ്മുടെ മോട്ടറിനെ എന്ത് ചെയ്യും, ഡാമേജ്ഡ് ആക്കാൻ വേണ്ടി കാരണമാവാം. അപ്പോൾ അത് കാരണം നമ്മൾ വിത്ത് ലോഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മുടെ സ്പീഡ് വാസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമുലാസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ടോർക്കിന്റെ ഫോർമുലയും അതുപോലെ സ്പീഡിന്റെ ഫോർമുലയും കൂടി യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ നമ്മുടെ സ്പീഡ്, ഇവിടെ ആയിരിക്കും നമ്മുടെ ടോർക്ക്. ഓക്കെ, നമുക്കറിയാം T പ്രൊപ്പോർഷണൽ ടു എന്താണ്, 5 × IA ആണ് അല്ലേ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു 5 × IA. ഇനി സ്പീഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1/5 ആണ്. സ്പീഡ് എന്താണ്, N പ്രൊപ്പോർഷണൽ ടു 1/5 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ ടോർക്ക് കൂടുതലാണെന്ന് വിചാരിക്കാം. ടോർക്കിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്കറിയാം എന്താ സംഭവിക്കുക, ഫ്ലക്സിന്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഫ്ലക്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ടോർക്ക് കൂടുതലാണെങ്കിൽ ഫ്ലക്സിന്റെ വാല്യൂ കൂടുതലായിരിക്കണം അല്ലെ. അങ്ങനെ കൂടുതലാണെങ്കിൽ ഫ്ലക്സിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിരിക്കും, T എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണെന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ IAയുടെ വാല്യൂ നമുക്ക് എടുക്കാം. അപ്പോൾ T ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ IA ആർമേച്ചർ കറണ്ട് കൂടി. അപ്പൊ ആർമേച്ചർ കറണ്ട് കൂടിയാൽ EBക്ക് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പൊ EB = നമുക്കറിയാം V - IA RA ആണ് അല്ലെ. അപ്പൊ IA ആണ് ഇവിടെ, V കോൺസ്റ്റന്റ് ആണ്, അതുപോലെ RAയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് EB പ്രൊപ്പോർഷണൽ ടു എന്താണ്, IA ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ IAയുടെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നല്ല ഞാൻ പറഞ്ഞത്,
ഇ ബി ഐ എ വേരിയേഷൻ വരുമ്പോൾ ഇ ബിയും വേരിയേഷൻ വരുന്നതാണ്. അപ്പൊ ഐ എയുടെ വാല്യൂ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ഡ്രോപ്പ് ഐ എ ഇൻറ്റു ആർ എ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഡ്രോപ്പ് നമ്മുടെ വോൾട്ടേജിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇ ബിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ ഇ ബിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. കാരണം ഈ നമ്മുടെ എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ആണ്. ആ കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇ ബിയും എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, അതായത് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വന്നു. അപ്പോൾ ടി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ എ ആണ്. അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ ആണ്. അപ്പൊ ഫ്ലക്സ് ടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് കൂടും, അതുപോലെ ഐ എയും കൂടും. ഇത് രണ്ട് കൂടിയാലേ ടോർക്ക് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ രണ്ട് വാല്യൂ കൂടിയാലും നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു 1/n ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്. അപ്പൊ ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അപ്പൊ നമുക്ക് കർവ് വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക. അപ്പൊ ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ടോർക്ക് കൂടുന്ന സമയത്ത് സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മുടെ ടോർക്ക് വാല്യൂ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് വരുന്തോറും സ്പീഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. അപ്പോൾ എല്ലാവർക്കും സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.